ഹലോ വെൽക്കം ടു സിസി പ്ലസ്. ഞാൻ അനന്തു. ഞാൻ സുമിത. നമ്മൾ ഇന്ന് വിദ്യാമൃതം സ്കോളർഷിപ്പിനെ പറ്റി പറയാനായിട്ടാണ് വന്നിരിക്കുന്നത്. എങ്ങനെയായിരിക്കും എക്സാം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമുക്കിന്ന് പറയാനുള്ളത്. മിസ് ഒന്ന് പറഞ്ഞു എല്ലാവർക്കും. നമുക്ക് കുറേ പേര് നമുക്ക് ഫോൺ കോളിലൂടെ നമുക്ക് മെസ്സേജ് ആയിട്ടൊക്കെ ചോദിക്കാറുണ്ട്, എന്തായിരിക്കും സിലബസ്, എന്തൊക്കെ ടോപ്പിക് എന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നതെന്നൊക്കെ. അപ്പൊ എല്ലാവർക്കും അതിനുള്ളൊരു മറുപടി ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. നാളെ നമ്മളുടെ ഒരു മോക്ക് ട്രയൽ എക്സാം ആണ് നടക്കുന്നത് കേട്ടോ. അപ്പൊ ഇത്തവണ ഒരുപാട് പേര് എഴുതുന്ന ഒരു ഓൺലൈൻ എക്സാമും കൂടെ ആയതുകൊണ്ട് എല്ലാവർക്കും വീട്ടിലിരുന്ന് വൈകിട്ട് പരീക്ഷ എഴുതിയാൽ മതി. അപ്പോൾ നമ്മുടെ സ്കോളർഷിപ്പ് എക്സാം ആയതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ ക്യാഷ് പ്രൈസുകളുണ്ട്, ഗിഫ്റ്റുകളുണ്ട്, മെറ്റീരിയൽസ് ഉണ്ട്, പഠിക്കാനുള്ള മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ കേരളത്തിലെ ഏറ്റവും ടോപ്പറായിട്ട് വരുന്ന ആൾക്ക് നമ്മളൊരു സ്പെഷ്യൽ പ്രൈസ് കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. പ്രൈസ് ഉണ്ട്, ഓരോ ജില്ലകളിൽ പ്രൈസ് ഉണ്ട്. അതേപോലെ കേരളത്തിൽ മൊത്തം എടുത്തു നോക്കുമ്പോൾ ഒരു ടോപ്പറായിട്ട് വരുന്ന ഒരാൾക്ക് പ്രൈസ് ഉണ്ട്. അപ്പൊ നല്ല ടൈറ്റ് ആയിട്ടുള്ള ഒരു പരീക്ഷ തന്നെയാണ്. ഓൺലൈൻ ആയതുകൊണ്ട് മാൽ പ്രാക്ടീസ് ഒന്നും നടക്കത്തില്ല. നമ്മൾ അതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കി ഇപ്പൊ എല്ലാവർക്കും ഉണ്ട് ഓൺലൈൻ എക്സാം ഉള്ളൂ, നോക്കി എഴുതിയേക്കാം എന്നൊരു ചിന്തയുണ്ട്. പക്ഷെ അതൊന്നും നമ്മുടെ ഇവിടുത്തെ എക്സാമിന് നടക്കില്ല. പഠിച്ച് നല്ലപോലെ പഠിച്ചിരിക്കുന്നവർക്ക് നല്ലപോലെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്കോളർഷിപ്പ് എക്സാം ആണ് കേട്ടോ. അപ്പൊ നമുക്ക് അതിന്റെ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ്, എങ്ങനെയൊക്കെ ആയിരിക്കും വരുന്നത് നോക്കിയാലോ മിസ്സേ. നമ്മൾ കുറച്ച് മാത്സിലെ ക്വസ്റ്റ്യൻസും കുറച്ച് GK-യുടെ മോഡൽ ക്വസ്റ്റ്യൻസും ആണ് നമ്മൾ ഇന്നിവിടെ പ്രസന്റ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് സിലബസ് 4ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള EVS ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. ഓക്കെ. പിന്നെ മെന്റൽ എബിലിറ്റി ഉണ്ടാവും റീസണിങ്ങിന്. നമ്മുടെ യൂട്യൂബിൽ ഓൾറെഡി നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട് എങ്ങനെയായിരിക്കും മെന്റൽ എബിലിറ്റി ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളത്. ജസ്റ്റ് നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കിയാൽ മതി. അപ്പൊ ഇന്ന് നമുക്ക് മാത്സിന്റെ ക്വസ്റ്റ്യൻസിലേക്ക് ഒന്ന് പോവാം. നോക്കി, റൈറ്റ് ദ ലാർജസ്റ്റ് ആൻഡ് ദ സ്മോളസ്റ്റ് നമ്പർ വിത്ത് ദ ഡിജിറ്റ് 537. ഫൈൻഡ് ഓൾസോ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദം. ജസ്റ്റ് നമുക്കൊരു നമ്പർ, നമ്മൾ 3ാം ക്ലാസ് മുതൽ പഠിക്കുന്നതാണ് ലാർജസ്റ്റ് നമ്പർ ഏതാണ്, അല്ലെങ്കിൽ അത് വെച്ചിട്ടുള്ള സ്മോളസ്റ്റ് നമ്പർ ഏതാണെന്ന് ചോദിക്കും. എന്നിട്ട് അവരെ ജസ്റ്റ് അവിടെ എന്തും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്, ഒരു ഡിഫറൻസും കൂടെ എന്ന് വെച്ചാൽ സബ്ട്രാക്ട് ചെയ്യുക, വ്യത്യാസം കൂടെ ചോദിച്ചിട്ടുണ്ട്. അതാണ് നമുക്ക് ഇവിടെ വരുന്നുള്ളൂ. അപ്പൊ ഇത് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ നമ്പർ എന്ന് പറയുന്നത് എന്താ? ഏറ്റവും വലിയ ആളെ ആദ്യം എഴുതുക, അത് കഴിഞ്ഞിട്ടുള്ളയാള്, അത് കഴിഞ്ഞിട്ടുള്ളയാൾ. അപ്പൊ നമുക്ക് വലിയ ആളെ കിട്ടി. ഇനി ചെറിയ ആളെ കണ്ടുപിടിക്കാൻ ചെറുതായിട്ടുള്ള ആളെ ആദ്യം എഴുതുക, അത് കഴിഞ്ഞിട്ട് 5, അത് കഴിഞ്ഞിട്ട് അടുത്ത ആളെ എഴുതുക. എന്നിട്ട് ഇവരെ രണ്ടുപേരെയും കൂടെ എന്ത് ചെയ്താൽ മതി? സബ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പൊ 753 മൈനസ് 357 ചെയ്താൽ നമുക്ക് 396 ആൻസർ കിട്ടും. കണ്ടോ? അപ്പൊ ഇതേപോലെ കുറച്ചും കൂടെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് വരും. അപ്പൊ ഈ ഒരു മോഡൽ ഇനി നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾ പെട്ടെന്ന് ചെയ്യും. പക്ഷെ അതുപോലെയല്ല, പക്ഷെ സെയിം ബേസിക് ആണ് വരുന്നത്. പക്ഷെ കുറച്ചും കൂടെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആയിരിക്കും നമുക്ക് വരിക. കഴിഞ്ഞ തവണ പരീക്ഷ എഴുതിയപ്പം എല്ലാവർക്കും സംശയമാണ്, ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ക്വസ്റ്റ്യൻസ് മനസ്സിലാവില്ല. കഴിഞ്ഞ തവണ നമ്മൾ നടത്തിയ പരീക്ഷ ഓഫ്ലൈൻ പരീക്ഷയായിരുന്നു. അപ്പൊ ഒരുപാട് പേർക്ക് സംശയമാണ്, നമുക്ക് ഹോളിൽ ഇങ്ങനെ ഓടി നടന്ന് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാം. പക്ഷെ ഇത് നോക്കി, ജസ്റ്റ് ബേസിക് സബ്ട്രാക്ഷനാ. ഒരു 3 ഡിജിറ്റ് നമ്പറിനെ, 5 ഡിജിറ്റ് പോലും അല്ല, 3 ഡിജിറ്റ് നമ്പറിനെ സബ്ട്രാക്ട് ചെയ്യുക എന്നുള്ളൊരു കണ്ടീഷൻ മാത്രമേ നിങ്ങളുടെ മുമ്പിലേക്കുള്ളൂ. അതേപോലെ നിങ്ങൾക്ക് ഓൺലൈൻ എക്സാം ആണെന്ന് കരുതി നിങ്ങൾക്ക് ഒരു കറക്റ്റ് ടൈം കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങളുടെ എക്സാം ഓട്ടോമാറ്റിക്കലി അവിടെ എൻഡ് ആവും. അപ്പൊ അതുകൊണ്ട് അറിഞ്ഞുകൂടാത്ത ക്വസ്റ്റിന് വേണ്ടി നമ്മൾ ഒരുപാട് ടൈം വേസ്റ്റ് ചെയ്യരുത് കേട്ടോ. ടൈം പൊക്കോണ്ടിരിക്കുമായിരിക്കും. നിങ്ങൾക്ക് ആ ഒരു സ്ക്രീനിൽ തന്നെ അതിന്റെ ടൈം കാണാൻ പറ്റും. MCQ ലെവൽ ആയതുകൊണ്ട് നിങ്ങൾക്ക് ആൻസേഴ്സ് മാർക്ക് ചെയ്താൽ മാത്രം മതി. ഇതേപോലെ ഓപ്ഷൻസ് എല്ലാം നിങ്ങൾക്ക് ഉണ്ടാവും. ഏതാണോ ആൻസർ അവിടെ ഒരു ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ നെക്സ്റ്റ് അടിച്ചാൽ നമുക്ക് അടുത്തടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോകാൻ പറ്റും കേട്ടോ. ഓക്കെ. അപ്പൊ നോക്കി, അടുത്ത മാത്സിന്റെ വേറൊരു ക്വസ്റ്റ്യൻ പറയുവാണെങ്കിൽ, ഫൈൻഡ് ദ ഗ്രേറ്റസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ വിച്ച് ഈസ് ഡിവിസിബിൾ ബൈ 5. 5 കൊണ്ട് ഡിവിസിബിൾ ആകുന്ന നമ്പർ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ഏതിനെയാണ് നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എക്സാക്ട് റിമൈൻഡർ 0 വരിക. ഡിവിസിബിലിറ്റി റൂൾ പഠിച്ച ഒരാള് കണ്ട് വിതിൻ 2-3 സെക്കൻഡ്സ് ഇതിന്റെ ആൻസർ പറയും. എന്താ ഡിവിസിബിലിറ്റി റൂൾ ബൈ 5? എന്താ? അവസാനം 5ഓ 0ഓ വരണം. അപ്പൊ ഇവിടെ 5ഓ 0 അവസാനം വരുന്ന ആൾക്കാർ ആരാന്ന് നോക്കുക. ആകെ ഒരൊറ്റ ഓപ്ഷനിലെ 5 വരുന്നുള്ളൂ. ഓപ്ഷൻ C ആണ്. 995. തീർന്നു, ആൻസർ അവിടെ തീർന്നു. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷേ ഈ ഡിവിസിബിലിറ്റി റൂൾ എന്താന്ന് അറിഞ്ഞവർക്ക് മാത്രമേ ഇത് സിമ്പിൾ ആവുള്ളൂ. അല്ലാത്തവർ എന്ത് ചെയ്യും? ഇതെല്ലാം ഇരുന്ന് ഡിവൈഡ് ചെയ്യും 5 വെച്ചിട്ട്. എവിടെയാണോ റിമൈൻഡർ 0 വരുന്നത് അപ്പോഴേ ആൻസർ പറയാൻ പറ്റുള്ളൂ. അതാണ് അവിടുത്തെ ഒരു കണ്ടീഷൻ. അപ്പൊ ഇതേപോലത്തെ സിമ്പിൾ ക്വസ്റ്റ്യൻ റൂൾസ് വെച്ചിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് പടപടയുന്ന ആൻസർ കിട്ടും. ഓക്കെ. അപ്പൊ അടുത്തത് മാത്സിൽ വരുന്നത് സിംപ്ലിഫിക്കേഷൻ ആണ്. സിംപ്ലിഫിക്കേഷൻ നമ്മൾ എല്ലാവരും പഠിച്ചിട്ടുണ്ട്. ബോഡ്മാസ് റൂൾ എന്ന് കേട്ടിട്ടില്ലേ? ബോഡ്മാസ് റൂൾ. അപ്പൊ അത് വെച്ചിട്ട് നോക്കി, ഇവിടെ ബ്രാക്കറ്റ് ഒക്കെ ഉണ്ട്. ആദ്യമേ നമ്മൾ ആരെ ചെയ്യണം? ബ്രാക്കറ്റിന് ചെയ്യണം. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നോക്കി, 100 × 25 + 100 × 50.
ബോർഡ് മാസ് റൂൾ എന്ന് ഒന്നുകൂടെ പറഞ്ഞു. ബോർഡ് മാസ് റൂൾ എന്താ നിങ്ങൾക്ക് അറിയോ? എന്താണ് ബോർഡ് മാസ് റൂള്? നമുക്ക് ബി എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റ് ഉണ്ടാവും. ആദ്യം ബ്രാക്കറ്റുകൾ ചെയ്തു. കണ്ടോ സാർ ഇപ്പൊ ചെയ്തത് ആദ്യം ബ്രാക്കറ്റ്. അപ്പൊ നമ്മൾ ആദ്യം ബ്രാക്കറ്റിന് ചെയ്തു. പിന്നെ ബി ഒ ആണ്. ഒ എന്ന് പറയുമ്പോൾ ഓഫ് ഒക്കെ വരുമ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഓഫ് എന്ന് തരുവാണെങ്കിൽ അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇൻഡു ചെയ്താൽ മതി. ഇൻഡു ചെയ്യുക എന്നാണ് അവിടുത്തെ അർത്ഥം. ഇനി ഡി എന്ന് പറയുമ്പോൾ ഡിവിഷൻ. ഒരു പ്രോബ്ലത്തിൽ ഡിവിഷൻ ഉണ്ടെങ്കിൽ ഡിവിഷൻ ആദ്യം ചെയ്യണം. പിന്നെ മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ, ഈ ഒരു ഓർഡറിൽ വേണം പോകാൻ. അപ്പൊ ഇവിടെ തന്നെ നമുക്ക് ഇൻറ്റും പ്ലസ്സും ഉണ്ട്. കണ്ടോ? അപ്പൊ ആദ്യം ഏതാ ചെയ്യണ്ടേ? ഇൻറ്റു ആണോ പ്ലസ് ആണോ? മൾട്ടിപ്ലിക്കേഷൻ വേണം ആദ്യം ചെയ്യാൻ. 25 × 100 നമുക്ക് എന്ത് വരും? 25 എഴുതുക, 2 സീറോസ് കൊടുക്കുക, പ്ലസ് കൊടുത്തു. ഇവിടെ എന്ത് മൾട്ടിപ്ലിക്കേഷൻ? 15 എഴുതുക, 2 സീറോസ് കൊടുക്കുക. അപ്പൊ നമുക്ക് ആൻസർ എന്ത് വരും? 4000 എന്ന ആൻസർ വരും. സിമ്പിൾ ആയിട്ടുള്ള ആൻസർ. ഇത്ര സിമ്പിൾ പക്ഷെ ഇത് കണ്ടോ, ഇതിന് എവിടുന്ന് തുടങ്ങും, ഈ ബ്രാക്കറ്റ് എങ്ങനെ മാറ്റും? പക്ഷെ ഒന്നുമില്ല, ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. മാത്സിലെ റൂൾ എല്ലാം പഠിച്ചോണ്ട് വരണം. മാത്സിലെ റൂൾ ഒക്കെ അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് സുഖമാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ വാട്ട് ഈസ് ദ ഗ്രേറ്റസ്റ്റ് നമ്പർ വിച്ച് ക്യാൻ ബി ഫോംഡ് വിത്ത് ദ ഡിജിറ്റ് 7002? അത് ഏറ്റവും വലിയ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 7002, ഒരു 7 ഉണ്ട്, 2 0 തന്നിട്ടുണ്ട്, ഒരു 2 ഉണ്ട്. ഇത് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? ജസ്റ്റ് ഓപ്ഷനിൽ നോക്കുക. ഇവിടെ എന്തുണ്ട്? 7000, 7000, 2000, 7000. 2000 കട്ട് ചെയ്തു. വലുതല്ലേ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്? 7020 ഉണ്ട്, 7200 ഉണ്ട്, 7002 ഉണ്ട്. ഏതാ വലുത്? 7200. സോ ആൻസർ ഓപ്ഷൻ ബി. ഇത് എഴുതാൻ വേറൊരു മാർഗം കൂടെ ഉണ്ട്. ഇങ്ങനെ നമ്പേഴ്സ് തന്ന ഏറ്റവും വലിയ ആളെ ആദ്യം എഴുതുക, അത് കഴിഞ്ഞിട്ട് വരുന്ന ആളെ എഴുതുക, ലാസ്റ്റത്തെ ആളെയും കൊടുക്കുക. 720. ഈ മലയാളം മീഡിയത്തിലെ പിള്ളേർക്ക് മലയാളത്തിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടോ? ഉണ്ട്. ഇപ്പൊ ഇത് ഇംഗ്ലീഷിലല്ലേ കൊടുത്തേ. മലയാളത്തിൽ വരുമ്പോൾ 7002 എന്ന് പറയുന്ന സംഖ്യ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സംഖ്യ ഏത്? അങ്ങനെയുള്ള മലയാളം മീഡിയത്തിൽ പഠിക്കുന്നവർക്ക് ഇപ്പൊ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, ഞങ്ങൾ എങ്ങനെ ഇത് എഴുതും എന്നുള്ളത്. നിങ്ങൾക്ക് രണ്ട് സെറ്റ് ആയിരിക്കും. 2 സെറ്റ് ആയിട്ട്. ഇപ്പൊ ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്ക് ഒരു സെറ്റ് എക്സാം, മലയാളം മീഡിയത്തിന് അടുത്ത സെറ്റ് ഓഫ് എക്സാം. ഒരു സെറ്റിലേ എഴുതാൻ പറ്റുള്ളൂ കേട്ടോ. രണ്ടിലും പറ്റില്ല, ഏതെങ്കിലും ഒരെണ്ണം ചെയ്യാൻ പറ്റുള്ളൂ. അതായത് കുറെ ക്വസ്റ്റ്യൻസ് മലയാളത്തിലും കുറെ ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലും എഴുതാൻ പറ്റില്ല. ഒപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഫുൾ ക്വസ്റ്റ്യൻസ് ഒന്നെങ്കിൽ മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷിലായിരിക്കണം ഒപ്റ്റ് ചെയ്യേണ്ടത് കേട്ടോ. ഇനി നാളെ നമ്മളൊരു മോക്ക് എക്സാം നടത്തുന്നുണ്ട് കേട്ടോ. അപ്പൊ മോക്ക് എക്സാമിനെ കുറിച്ച് വഴിയെ പറയാം. നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് കൂടി നോക്കാം. അടുത്തത് നോക്കിക്കേ, വിച്ച് ഈസ് ദ ലാർജസ്റ്റ് ഐലൻഡ് ഇൻ ദി വേൾഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പൊ ഇതൊക്കെ നിങ്ങൾ GK സ്കൂളുകളിൽ എല്ലാ സ്കൂളിലും കുട്ടികളെ ഇപ്പൊ GK പഠിപ്പിക്കുന്നുണ്ട്. കറണ്ട് അഫയേഴ്സ് ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് ബേസിക് കറണ്ട് അഫയേഴ്സിന്റെ ഒരു പാർട്ടാണ്. ഏതാണ്? ഗ്രീൻലാൻഡ് ആണ് കേട്ടോ. ഗ്രീൻലാൻഡ് ആണ് ലാർജസ്റ്റ് ഐലൻഡ്സ് ഇൻ ദ വേൾഡ് എന്ന് പറയുന്നത്. ഗ്രീൻലാൻഡ് ആണ് വരുന്നത്. അടുത്തത്, ഹു റോഡ് ഡിസ്കവറി ഓഫ് ഇന്ത്യ അല്ലേ. ഇങ്ങനെ കുറേ ബുക്കുകളെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. കാരണം ഈ വരുന്ന ജൂൺ 19 വായനാ ദിനമൊക്കെയാണ്. അത് മാത്രമല്ല സ്കൂളുകളിൽ ഈ പറഞ്ഞതുപോലെ കുട്ടികൾക്ക് ലൈബ്രറി ഉണ്ട്. അവിടെ ഈ പറഞ്ഞ പോലെ ബുക്കുകളെയൊക്കെ ടീച്ചേഴ്സ് അവർക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. എല്ലാ സ്കൂളുകളിലും ഉണ്ട്. അപ്പൊ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ബുക്ക് ആരാണ് എഴുതിയത് എന്നുള്ളതാണ് ജവഹർലാൽ നെഹ്റു. അദ്ദേഹത്തിന്റെ ബുക്കാണ് ഡിസ്കവറി ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ ഇതിന്റെ മലയാളം എന്ന് പറയുന്നത് ഇന്ത്യയെ കണ്ടെത്തൽ എന്നുള്ളതാണ് ഈ ബുക്കിന്റെ മലയാളം. ഇതിന്റെ 2 പരിഭാഷയുണ്ട്, ഇംഗ്ലീഷും ഉണ്ട്, മലയാളം പരിഭാഷയുള്ള ഒരു ബുക്കാണിത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓൺ വിച്ച് റിവർ ബാങ്ക് ഈസ് ആഗ്ര സിറ്റുവേറ്റഡ്? ആഗ്ര എന്ന് പറയുന്ന സ്ഥലം എന്തുകൊണ്ടാണ് വളരെ പ്രശസ്തമായത്? എന്തുകൊണ്ടാണ്? വെണ്ണക്കല്ലുകളിൽ തീർത്ത താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആഗ്രയിലാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് ആഗ്ര, വിച്ച് റിവർ ബാങ്ക് ഇസ് ആഗ്ര സിറ്റുവേറ്റഡ് എന്നുള്ളതാണ് യമുന നദിയുടെ കരയിലാണ്. യമുന നദിയുടെ കരയിലാണ് ആഗ്രയുള്ളത്. അവിടെയാണ് എന്ത് വളരെ ചരിത്ര പ്രശസ്തമായ ലോകത്തിലെ 7 അത്ഭുതങ്ങളിൽ ഒന്നെന്ന് വിശേഷിപ്പിക്കുന്ന താജ്മഹൽ അവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ which 2 islands are the part of India? ഏതാണ് ഇന്ത്യയുടെ ഭാഗമായി വരുന്ന 2 ഐലൻഡ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മാപ്പ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ മിസ്സേ? മാപ്പിൽ ഇന്ത്യയുടെ മാപ്പ് വരയ്ക്കുമ്പോൾ ഇങ്ങനെ വരച്ച് ലാസ്റ്റ് വരെ എൻഡ് ചെയ്ത് നിർത്തും. ആ 2 പ്രധാനപ്പെട്ട ആൾക്കാരെ വേണ്ടാന്ന് പറഞ്ഞ എല്ലാവരും അങ്ങ് കളയും. അങ്ങനെയല്ല, ഇവരെയും നമുക്ക് വേണ്ടപ്പെട്ട 2 ആൾക്കാരാണ്. അതാണ് ഈ ക്വസ്റ്റ്യൻ. എന്താണ്? ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ്, അതേപോലെ ലക്ഷദ്വീപ് ഐലൻഡ്സ്. മിക്കവാറും ഈ ആൻഡമാൻ നിക്കോബാർ, അതേപോലെ ഈ നമ്മുടെ ഇന്ദിര
പോയിന്റ് എന്ന് പറയുന്ന ഒരു സ്പോട്ട് അല്ല നമ്മൾ പറയുന്നത്. എന്താണ് ഇന്ത്യയുടെ സതേൺ മോസ്റ്റ് പോയിന്റ് എന്ന് പറയുന്ന ഇന്ദിര പോയിന്റ് എന്ന് പറയുന്നത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഈ പറഞ്ഞതുപോലെ ആൻഡമാൻ നിക്കോബാറിലാണ്. അതേപോലെ ലക്ഷദ്വീപ് നമുക്ക് വളരെ അല്ലെ കേരളത്തിന്റെ ഒരു ഭാഗം എന്ന് തന്നെ അല്ലെ, മലയാളമാണ് അവിടുത്തെ ലാംഗ്വേജ് എന്ന് പറയുന്നത്. അതേപോലെ ലക്ഷദ്വീപിന്റെ ക്യാപിറ്റൽ ഏതാണ്? കവരത്തിയാണ് അവിടുത്തെ. അതേപോലെ എന്താണ്, അതൊരു യൂണിയൻ ടെറിട്ടറി ആണ്. അങ്ങനെയുള്ള പ്രത്യേകതകളൊക്കെ ഉള്ള ഒരു സ്ഥലമാണിത്. അപ്പോൾ 2 ഐലൻഡ്സ് എന്ന് പറയുന്നത് പാർട്ട് ഓഫ് ഇന്ത്യ ആയിട്ട് വരുന്നത്, വൺ ഈസ് ആൻഡമാൻ നിക്കോബാർ, അനദർ വൺ ഈസ് ലക്ഷദ്വീപ്. പിന്നെ വിച്ച് ഈസ് ദ മോസ്റ്റ് സെൻസിറ്റീവ് ഓർഗൻ ഇൻ അവർ ബോഡി? നമ്മുടെ ബോഡിയിലെ ഏറ്റവും സെൻസിറ്റീവ് ഓർഗൻ ഏതാണ് എന്നുള്ളതാണ്. ഏതാണ്? സ്കിന്നാണ് ബോഡിയിലെ ഏറ്റവും സെൻസിറ്റീവ് ആയിട്ട് വരുന്ന ഓർഗൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിച്ചു കഴിയുമ്പോൾ പെട്ടെന്ന് അലർജിക് ആയിട്ട് നമുക്ക് സ്കിന്നിലാണ് അത് ആദ്യം ഫീൽ ചെയ്യുന്നതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. അതേപോലെ സ്കിൻ എന്ന് പറയുന്നത് നമ്മളുടെ ബോഡിയിലെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ട് വരുന്ന എക്സ്റ്റേണൽ ഓർഗൻ ആണ് സ്കിൻ എന്ന് പറയുന്നത്. ലാർജസ്റ്റ് എക്സ്റ്റേണൽ ഓർഗൻ ആണ് സ്കിൻ എന്ന് പറയുന്നത് കേട്ടോ. അതും കൂടെ മറക്കണ്ട. അപ്പൊ ഒരുപാട് പോയിന്റ്സ്, 2 പോയിന്റ് പറഞ്ഞു. മിസ് അപ്പൊ ഒരു ക്ലൂ തന്നതായിരിക്കും മേ ബി. അടുത്തൊരു ഇതില് എന്തായിരിക്കും ആ ഒരു ക്വസ്റ്റ്യൻ എന്നുള്ളത് എല്ലാവരും നോട്ട് ചെയ്ത് ഒരുപാട് പോയിന്റ്സ് എന്ന് പറഞ്ഞു കൊടുത്തു. നമ്മൾ ഒരുപാട് GK പറഞ്ഞു കൊടുത്തു എന്ന്. അടുത്തത്, വിച്ച് സ്റ്റേറ്റ് ഈസ് ഓൾസോ റെഫേർഡ് as ഓർക്കിഡ് പാരഡൈസ് ഇൻ ഇന്ത്യ? കേട്ടിട്ടുണ്ടോ ഓർക്കിഡ് പാരഡൈസ് ഇൻ ഇന്ത്യ? ഏതാണ്? അരുണാചൽ പ്രദേശ് ആണ് അല്ലെ. അരുണാചൽ പ്രദേശിന് ഒരു നിക് നെയിം കൂടെ ഉണ്ട്. എന്താണ്? ഉദയസൂര്യന്റെ നാടെന്നറിയപ്പെടുന്നത്, ദ ലാൻഡ് ഓഫ് റൈസിംഗ് സൺ എന്നറിയപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണ് അരുണാചൽ പ്രദേശ്. അതേപോലെ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിന്റെയും ക്യാപിറ്റൽസ് പഠിക്കുന്നുണ്ട് 4ാം ക്ലാസ്സിൽ. അപ്പൊ അതും കൂടി ഒന്ന് ഓർത്തു വെച്ചോണം കേട്ടോ. ഇനി അടുത്തത്, ഹൂസ് ഓൾസോ നോൺ ആസ് ദ ഫാദർ ഓഫ് ജിയോമെട്രി? മാത്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ ആൻസർ ആണ് സാർ പറഞ്ഞു തരും. യൂക്ലിഡ് ആണ്. യൂക്ലിഡ് ഈസ് ഓൾസോ നോൺ ആസ് ദ ഫാദർ ഓഫ് ജിയോമെട്രി എന്ന് പറയുന്നത്. ഓക്കേ, ഇതൊക്കെ നിങ്ങൾ ശരിക്കും കുറച്ചും കൂടെ നല്ല രീതിയിൽ ബുക്സ് ഒക്കെ റെഫർ ചെയ്യുന്ന ആൾക്കാർക്ക്, ഈ GK വേണ്ടി പഠിക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് സ്കൂളുകളിൽ ഇതൊക്കെ പഠിക്കുന്നുണ്ട്. കാരണം LSS എക്സാമിനൊക്കെ വേണ്ടിയിട്ട് സ്കൂളിൽ ഈ ബോക്സിലാക്കി കൊടുക്കുന്ന സാധനങ്ങൾ അതേപടി അത് ബോക്സിൽ കിടക്കണല്ലേ, വേണ്ട, അത് വേണ്ടല്ലോ, നമുക്ക് പരീക്ഷയ്ക്ക് വരുന്നില്ലല്ലോ എന്നുള്ളൊരു ചിന്തയാണ്. പക്ഷെ എന്താ, ആ ബോക്സിൽ കിടക്കുന്ന ഓരോ കാര്യങ്ങളും ഇന്ന ആൾക്കാർ ജോമെട്രി പഠിക്കുമ്പോൾ അത് കണ്ടുപിടിച്ച ആള് അല്ലെങ്കിൽ അതിന്റെ ഫാദർ ആര്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ബോക്സിൽ ഗ്രീൻ കളറിലൊക്കെ നല്ല കളർഫുൾ ആയിട്ടായിരിക്കും കൊടുക്കുക. നമ്മൾ അതേപടി എടുത്തങ്ങ് മാറ്റി വെക്കും. പക്ഷെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എന്ത് വരും? ഇതും നമുക്ക് ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിന്റെ പാർട്ടായിട്ടുള്ളതാണ്. വെൻ ഈസ് ദ നാഷണൽ ഗേൾ ചൈൽഡ് ഡേ സെലിബ്രേറ്റഡ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് എന്നാണ്? 24th ജാനുവരി ആണ് കേട്ടോ. 24th ജാനുവരി ആണ് ഈ ഒരു ഇന്ത്യയിൽ ഈ ഒരു നാഷണൽ ഗേൾ ചൈൽഡ് ഡേ എന്ന് പറയുന്നത് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇതേപോലത്തെ ഡേയ്സ് കുറേ നിങ്ങൾക്ക് ഉണ്ട്. ഇത് ഈ വർഷം അത് വളരെ നാഷണലി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡേ ആയിരുന്നു. അടുത്തത്, ഇനി 3 ക്വസ്റ്റ്യനും കൂടെ ഉള്ളൂ. ഇനി വിച്ച് ഓർഗൻ പ്യൂരിഫൈസ് ദ ബ്ലഡ്? അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആൻസർ ആണ്. ഏതാണ്? കിഡ്നിയാണ് അല്ലേ. കിഡ്നിയാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓർഗൻ പ്യൂരിഫൈസ് അവർ ബ്ലഡ്? ദെൻ വിച്ച് കൺട്രി ഈസ് വെൽ നോൺ ഫോർ റോബോട്ടിക്സ്? അല്ലേ, ഇപ്പൊ എല്ലാരും പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സാധനമാണ് റോബോട്ടിക്സ് എന്ന് പറയുന്നത്. വരുന്നു. അപ്പൊ റോബോട്ടിക്സ് ഏത് കൺട്രിയാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്? എല്ലാവർക്കും അറിയാം അതിന്റെ ആൻസർ. ആരാണ്? ജപ്പാനാണ്. ജപ്പാനാണ് അല്ലെ. അവരുടെയാണ് ലോകത്തിലെ ഈ പറഞ്ഞതുപോലെ ഫേമസ് ആയിട്ട് വരുന്ന റോബോട്ടുകളെ പുറത്തിറക്കുന്ന ആൾക്കാർ. ദെൻ വാട്ട് മേക്ക് അപ്പ് ആൻ എക്കോസിസ്റ്റം? ഇത് ടെക്സ്റ്റ് ബുക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എന്താണ്? കറക്റ്റ് ആയിട്ട് ടെക്സ്റ്റ് ബുക്കിലുണ്ട്, EVS കറക്റ്റ് ഉണ്ട്. അവരുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ ഫീൽഡ് ആൻഡ് ഫോർത്തിലെ ഫസ്റ്റ് ചാപ്റ്റർ ഫീൽഡ് ആൻഡ് ഫോറസ്റ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിനെ ബേസ് ചെയ്തുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ദ എക്കോസിസ്റ്റം ഈസ് മേഡ് അപ്പ് ഓഫ് ബയോളജിക്കൽ, ബയോട്ടിക് ആൻഡ് എബയോട്ടിക് കമ്പോണൻസ്. അപ്പൊ ഇതിനകത്ത് വേണമെങ്കിൽ ലൈവ് ആയിട്ടുള്ളത് ഏതാ, എലൈവ് ആയിട്ടുള്ളത് ഏതാന്നൊക്കെ ചോദിക്കാം. എന്തായാലും നിങ്ങൾക്ക് ഓപ്ഷൻസ് അവൈലബിൾ ആയിരിക്കും. അപ്പൊ അതിനനുസരിച്ച് ക്വസ്റ്റ്യൻസ് ആ ചാപ്റ്ററിൽ നിന്നൊക്കെ വരാം. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് GK ഉണ്ടാവുക, EVS എന്തൊക്കെ തരം ക്വസ്റ്റ്യൻസ് ആണെന്നൊക്കെ ഉള്ളതാണ് ഞങ്ങൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്ത് തന്നത്. അപ്പൊ ഇതേ ഒരു പാറ്റേണിലായിരിക്കും, ഒബ്ജക്റ്റീവ് ആയിരിക്കും. അതേപോലെ നിങ്ങൾക്ക് ഇന്നൊരു മോക്ക് എക്സാം നമ്മൾ നടത്തുന്നുണ്ട്. നാളെയാണ് മോക്ക് എക്സാം വരുന്നത്. എല്ലാവരും ചെയ്യേണ്ട കാര്യം, നമ്മുടെ CC+ ട്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, പ്ലേ സ്റ്റോറിൽ.
പ്ലേ സ്റ്റോറിൽ നിന്ന് CC+ ട്യൂഷൻ ആപ്പ് എന്ന് കൊടുക്കുമ്പോൾ തന്നെ ഒരു യെല്ലോ കളറിലുള്ള നമ്മുടെ ആപ്പ് വരും. അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക. അപ്പോൾ അവിടെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് നിങ്ങളുടെ പേര്, നമ്പർ, കാര്യങ്ങളൊക്കെ ചോദിച്ച് ജസ്റ്റ് രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവിടെ ഒരു പോയിന്റിൽ ഒരു ഡോട്ട് ഇട്ടിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ട്. ഇതേപോലെ ഒരു 1 2 3 4 ഇങ്ങനത്തെ ഡോട്ടുകൾ ഉണ്ടാവും. അവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ജനറൽ എക്സാം പോർഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആ എക്സാം പോർഷൻ്റെ അവിടെയാണ് ജനറൽ എക്സാം എന്നുള്ളത്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണും നമ്മൾ എഴുതുന്ന ഒരു സമയം നമ്മൾ പറയുന്നുണ്ട്, വൈകിട്ടായിരിക്കും 7 മണിയൊക്കെ ആകുമ്പോഴായിരിക്കും നാളെ നടക്കുക. അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോൾ എന്ത് ചെയ്യുക, അവിടെ എക്സാം വരും. അതുവരെ നിങ്ങൾക്ക് എക്സാം വരത്തില്ല, 7 മണിയാകുമ്പോഴാണ് അത് ഓപ്പൺ ആയി വരത്തുള്ളൂ. അപ്പം നിങ്ങൾ അതിൽ സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ എക്സാം എഴുതാൻ പറ്റും. ഇത്ര സമയം എന്ന് വെച്ചാൽ 1 hour ഒന്നും എടുക്കില്ല. നമ്മൾ ട്രയൽ റൺ ആയതുകൊണ്ട് കുറച്ച് സമയം കൊണ്ട് തന്നെ കട്ടായി പോകും. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും പരമാവധി അത് ചെയ്യാൻ നോക്കുക. അപ്പൊ ആ ഒരു മോഡലായിരിക്കും നിങ്ങൾക്ക് 1 മണിക്കൂറിൽ എക്സാം. OTP എന്തെങ്കിലും വരും? OTP വരും. നമ്പറിൽ ആദ്യം രജിസ്റ്റർ ചെയ്യുമ്പോൾ അവർക്ക് ഒരു OTP വരും. ജസ്റ്റ് ആ രജിസ്റ്റർ ചെയ്യുന്ന നമ്പർ ലൈവ് ആണോ എന്ന് എല്ലാവരും ശ്രദ്ധിക്കണം. എങ്കിലാണ് നമ്പറിൽ OTP വരുള്ളൂ കേട്ടോ. അപ്പൊ അത് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ മോക്കും എക്സാമും ഒന്ന് എഴുതി നോക്കുക. അതേപോലെ തന്നെ സ്കോളർഷിപ്പ് എക്സാമിന് വേണ്ടി നല്ല രീതിയിൽ ഇരുന്ന് പഠിക്കുക. സ്കൂളൊക്കെ ഓപ്പൺ ആയി. അപ്പൊ ഇനി സ്കൂളിൽ പഠിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതും എല്ലാം മനസ്സിൽ തന്നെ ഇരുന്നോണം, ഒന്നും കളയരുത് അല്ലേ മിസ്സേ? അപ്പൊ എന്താണ് നമ്മുടെ സ്കോളർഷിപ്പ് എക്സാമിന്റെ ഡേറ്റ് എന്നും കൂടി നമ്മൾ പറയാം. ജൂൺ 15 ആണ്. ജൂൺ 15 ആണ്, ഞായറാഴ്ചയാണ് കേട്ടോ. ഇപ്പൊ എല്ലാവർക്കും വീട്ടിലെ പേരൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും കറക്റ്റ്, അതും വൈകിട്ടായിരിക്കും, രാവിലെ നമ്മൾ വെക്കില്ല. നിങ്ങൾക്ക് പള്ളിയിൽ പോകണം, അങ്ങനെ പല ഇതുണ്ടാവുമല്ലോ, സൺഡേ അല്ലേ, ഒരു ദിവസമല്ലേ. അപ്പൊ അതുകൊണ്ട് വൈകിട്ടായിരിക്കും. എല്ലാവരും മറക്കാതെ കറക്റ്റ് ടൈമിൽ തന്നെ എക്സാം എഴുതുക. അപ്പൊ മഴയാണ്, റേഞ്ച് ഒക്കെ ഉള്ള സ്ഥലം ഒക്കെ നോക്കി എല്ലാവരും സെറ്റ് ചെയ്തൊക്കെ ഇരുന്നോളുക നേരത്തെ. അപ്പൊ CC+ൽ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. ഇപ്പൊ നവോദയ എൻട്രൻസ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ടത് 6ാം ക്ലാസ് നവോദയ, 9ാം ക്ലാസ്സിലേക്ക്, അതേപോലെ 11ാം ക്ലാസ്സിലേക്കുള്ള നവോദയ, സൈനിക് സ്കൂൾ വരുന്നുണ്ട്. അപ്പൊ ഒരുപാട് ഇവർക്ക് എഴുതാൻ പറ്റുന്ന 5ാം ക്ലാസ്സുകാർക്ക് തന്നെ എഴുതാൻ പറ്റുന്ന ഒരുപാട് എക്സാമുകൾ വരുന്നുണ്ട്. അപ്പൊ അതെല്ലാം നിങ്ങൾക്ക് എഴുതാം. അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ്, അതേപോലെ സ്കൂളുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന പുതിയ ന്യൂസും അപ്ഡേഷൻസും എല്ലാം നമ്മുടെ ചാനലിൽ. മാത്സ് ഒക്കെ എങ്ങനെ ഷോർട്ട് ആയിട്ട് പഠിച്ചെടുക്കാന്നുള്ള എല്ലാ ട്രിക്കുകളും നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഷോർട്ട് ആയിട്ട് തന്നെ കിടപ്പുണ്ട്. അതേപോലെ ഇവരുടെ ക്ലാസ്സസിനായിട്ടുള്ള ലോങ് വീഡിയോസ് ഉണ്ട് അല്ലെ. ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ തോന്നുകയാണെങ്കിൽ ഇവർക്ക് നമ്മുടെ ക്ലാസ് വീഡിയോസ് റെഫർ ചെയ്ത് കാണാനായിട്ട് നോട്ട്സ് ഉണ്ട്. അതേപോലെ ഇൻഡിവിജ്വൽ ട്യൂഷൻ ഉണ്ട്. ഇപ്പൊ ചിലർക്ക് ചില സബ്ജക്റ്റിൽ മാത്രം വീക്ക് ആയിട്ടുള്ളവരുണ്ടായിരിക്കും. മാത്സിൽ ഭയങ്കര വീക്കാണ്, പക്ഷെ അപ്പൊ അവർക്ക് ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടുവാണെങ്കിൽ പെട്ടെന്ന് അവർ കയറി വരും. ചിലർക്ക് ചിലപ്പോൾ ഒരു ചാപ്റ്റർ ഒക്കെ ആയിരിക്കും പ്രയാസം അല്ലെ മാത്സിലൊക്കെ. അപ്പൊ അങ്ങനെയുള്ള ഒരു ചാപ്റ്റർ മാത്രമായിട്ട് നമ്മൾ പഠിപ്പിക്കും. നമുക്ക് അവർക്ക് എന്താണ് പോർഷൻ വേണ്ടത്, ആ പോർഷൻ നമ്മൾ ഇൻഡിവിജ്വലി എന്താ പറയാ, ഒരു സ്ക്രീൻ അല്ല, അടുത്ത് വന്നിരിക്കുന്ന ഒരു രീതിയിൽ തന്നെ അവരെ അത്രയ്ക്ക് ക്ലിയർ ആക്കി അത് നമ്മൾ കൊടുക്കും. നമ്മുടെ റിവ്യൂ വീഡിയോസ് എല്ലാം അതിനകത്തുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് നോക്കുക, നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ചാനലിലെ എല്ലാ പേരൻസും പറയുന്നത് എല്ലാം നോക്കുക. നമ്മുടെ ബോർഡ് നമ്പറിൽ വിളിച്ചാൽ നമ്മുടെ ഇൻഡിവിജ്വൽ ട്യൂഷൻസിന്റെയും കാര്യങ്ങളെ എല്ലാം പറ്റിയുള്ള ഡീറ്റെയിൽസ്. ഡെമോ ബുക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. ഡെമോ ക്ലാസ്സുകൾ കാണണം താല്പര്യമുള്ളവർക്ക് ഡെമോ ബുക്ക് ചെയ്യാം. അതിനും ഈ നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മുടെ ബോർഡ് നമ്പർ താഴെ കൊടുത്തേക്കാം, സ്ക്രോളിലുണ്ടാവും, നിങ്ങളതൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും ചാനൽ, നമ്മുടെ CC+ യൂട്യൂബ് ചാനൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. വീഡിയോസ് എല്ലാവർക്കും കോമൺ ആയിട്ട് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫാമിലിയിൽ ഷെയർ ചെയ്യുക, ഗ്രൂപ്പ്സിലൊക്കെ ഷെയർ ചെയ്യുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി ഒരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം. താങ്ക് യു.